യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ ആചരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ച് പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ദേവാലയം 25, 26, 27 തീയതികളിൽ വിശ്വാസ നിറവിനായി സായാഹ്ന ധ്യാനവും വിശ്വാസികൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഫാദർ ജോസഫ് പുതിയടത്ത്. മാർച്ച് 29-ന് ദുഃഖാചരണ ദിനത്തിൽ ഉച്ചയ്ക്ക് 12-ന് നേർച്ച സദ്യ ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 6:30 ഓശാന തിരുക്കർമ്മങ്ങൾ പറവൂർ മാർക്കറ്റ് കപ്പേളയിൽ നിന്ന് ആരംഭിച്ചു. തുടർന്ന് കുരുത്തോല പ്രദക്ഷിണം പള്ളിയങ്കണത്തിലേക്ക് കയറി. 25 മുതൽ ധ്യാനം, 27-ന് പെസഹ വ്യാഴം. പെസഹ ദിനാചരണത്തോടനുബന്ധിച്ച് രാവിലെ 6:30-ന് ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും. തുടർന്ന് വൈകിട്ട് 7-ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും. 29-ന് ദുഃഖവെള്ളി. രാവിലെ 9-ന് പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ. ഉച്ചയ്ക്ക് നേർച്ച സദ്യ. വൈകിട്ട് 4-ന് പരിഹാര പ്രദക്ഷിണം കച്ചേരിപ്പടി സെന്റ് ജെർമൈൻസ് പള്ളി അങ്കണത്തിലേക്ക്. രാത്രി 8-ന് കബറടക്ക ശുശ്രൂഷ കോട്ടക്കാവിൽ. 31-ന് ഈസ്റ്റർ. ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങളും തുടർന്ന് ആഘോഷമായ കുർബാനയും പ്രദക്ഷിണവും. പീഡാനുഭവ രംഗങ്ങളെ അവതരിപ്പിക്കുന്ന പാസ് പണ്ട് രൂപം വെച്ചിട്ട് നടത്തുന്ന പാസ്സാണെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഇവിടെ നടത്തി വരുന്നത് ആളുകൾ തന്നെ ആ പീഡാനുഭവ സംഭവങ്ങളെ ദൃശ്യാവിഷ്കരണത്തിലൂടെ അവതരിപ്പിക്കുന്ന വലിയൊരു ഭക്തിനിർഭരമായ അവതരണം, രക്ഷാകര ചരിത്രത്തിന്റെ അവതരണം അല്ലെ പീഡാനുഭവ സംഭവങ്ങളുടെ അവതരണം നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മറ്റു പള്ളികളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണിത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്,